ഹായ് ഗൈസ്, ഇത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ മെയിൻ ഒരു കാരണം, നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത രണ്ട് വീഡിയോസ്, ഒന്ന് നോർവേയിലോട്ടുള്ള അൺസ്കിൽഡ് വർക്കറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ, അതുപോലെ സ്കിൽഡ് വർക്കറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ. ഈ രണ്ട് വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് പല ആളുകളിൽ നിന്ന്. ഇൻസ്റ്റ മുഖേനയും അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റായിട്ടൊക്കെ വരുന്ന എൻക്വയറിക്കുള്ള കുറച്ച്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോർഗ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടുതൽ സംസാരിക്കുന്നത് സീസണൽ വർക്കിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ കുറേ എൻക്വയറി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കുറേ പേരോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായത്, ഏജൻസികൾ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പോണത് അൺസ്കിൽഡ് വർക്കർ വിസയിലോട്ടല്ല, സീസണൽ വർക്ക് വിസ എന്നുള്ള കാറ്റഗറിയിലോട്ടാണ്. കാരണം അൺസ്കിൽഡ് വർക്കർ വിസ എന്നുള്ളൊരു കാറ്റഗറി നോർവേയിൽ ഇല്ലാത്തത് കാരണം അങ്ങനെ ഒരു ഇതിലോട്ട് നമുക്ക് ഇന്ത്യൻസിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവർ റിക്രൂട്ട് ചെയ്യുന്നത് സീസണൽ വർക്കായിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സീസണൽ വർക്ക്? അതിൻ്റെ കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ പല ഇൻഫോർമേഷനുകൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടും. നമ്മൾ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല. ഇനി എന്താണ് സീസണൽ വർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ UDIൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. എന്താണ് സ്കിൽഡ് വർക്കർ, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചില ഇൻഡസ്ട്രികൾ, ഒന്നാമത് ചിലതിൽ അവർ പറയുന്നത് അഗ്രികൾച്ചർ, അതുപോലെ ഫോറസ്ട്രി, അല്ലെങ്കിൽ അതുപോലെ ഫിഷിങ് പ്രോസസ്സിങ്, അതുപോലെ റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം ഇങ്ങനെയുള്ള പല മേഖലകളിലും ഇവിടെ ചില സമയത്ത്, അതായത് ചില സീസണിൽ ജോലിക്ക് വളരെ ഡിമാൻഡാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ വിൻ്ററാണ്. ഈ സമയത്ത് ചെയ്യാൻ പറ്റാത്ത കുറേ ജോലികളുണ്ട്. ഒന്നാമത് കൃഷി. ഈ മഞ്ഞ് മൂടിക്കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്കിലൊക്കെ എൻ്റെ ബാക്കിലൊക്കെ നിറച്ച് മഞ്ഞുള്ളത്. ഈ സമയത്ത് ഒരിക്കലും ഇവിടെ കൃഷി പോസിബിൾ അല്ല. അപ്പോൾ കൃഷി നടക്കുന്ന ഒരു സമയം എന്നുള്ളത് ഇവിടെ സമ്മർ സീസണാണ്. ഏകദേശം ഒരു മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് തൊട്ട് ഒരു സെപ്റ്റംബർ വരെ എന്നൊക്കെ പറയാം ഇവിടെ ഒരു കൃഷി നടക്കുന്ന സ്ഥലം. അതുപോലെ ഫിഷിംഗ് പ്രോസസ്സിങ്, അതുപോലെ ടൂറിസ്റ്റ്, അതുപോലെ റെസ്റ്റോറൻറ്റ് മേഖലകൾ. ഈ ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ടൂറിസത്തിൻ്റെ ഒരു ടൈം എന്നുള്ളത് സമ്മറാണ്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലും ഈ സമ്മർ സീസണിൽ, പ്രത്യേകിച്ച് സമ്മർ സീസണിൽ ഇവിടെ ആളുകളെ ഡിമാൻഡ്, ഇവർക്ക് ജോലിക്ക് ആളുകളെ ഡിമാൻഡ് കൂടും. ആ സമയത്ത് UDI അങ്ങനത്തെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു വിസയാണ് സീസണൽ വർക്ക് വിസ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിസക്ക് സ്കിൽഡ് വർക്കറിനെ പോലെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല, ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വിസയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വിസ UDI കൊടുക്കുന്നത് 6 മാസത്തേക്കാണ്. അതായത് 6 മാസം, അതായത് ആ ഒരു സീസൺ മാത്രമായിട്ട് കൊടുക്കുന്നത്. ഇത് വ്യക്തമായിട്ട് UDIൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ 6 മാസം കഴിഞ്ഞ്, ഈ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ, സീസണൽ വർക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സീസണൽ വർക്ക് വിസ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, വേറെ വിസ അല്ല, വർക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് വന്ന 6 മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ഇവിടുന്ന് നാട്ടിലോട്ട് പോകണം. അതായത് ഈ രാജ്യം വിട്ടുപോയി വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ്, അതായത് അടുത്ത വർഷം നിങ്ങൾക്ക് ആ സീസണൽ വർക്ക് വിസയിലോട്ട് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വ്യക്തമായിട്ട് UDIൻ്റെ വെബ്സൈറ്റിൽ പറയുന്നതാണ്. ഇതല്ല കുറേ ഏജൻസികൾ പറയുന്നത്, ഈ വിസ നിങ്ങൾ സീസണൽ വർക്കായിട്ട് വന്നിട്ടുള്ള വിസ അവർ റിന്യൂ ചെയ്ത് തരും. എല്ലാവരും കൺവേർട്ട് ചെയ്ത് തരും. നോർമൽ മറ്റുള്ള സാധാ വിസയിലോട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. നമ്മൾ കുറേ എൻക്വയറി വന്നപ്പോൾ ഞാനത് UDIനോട് ചോദിച്ചു. അതായത് ഇവർക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് UDIയിൽ. അതായത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ UDIനോട് വ്യക്തമായിട്ട് ചോദിച്ചത്, ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഈ സീസണൽ വർക്ക് വിസയിലോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 6 മാസത്തിന് ശേഷം ആ വിസ അയാൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ സെയിം എംപ്ലോയർ അല്ലെങ്കിൽ വേറെ എംപ്ലോയറെ ഭാഗത്തു നിന്ന് വേറൊരു ജോലിൻ്റെ ഓഫർ കിട്ടുകയാണെങ്കിൽ ആ ആൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിസ അയാൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അവരതിന് എന്നോട് പറഞ്ഞ മറുപടി നോ, പറ്റില്ല എന്നുള്ള രീതിയിലാണ്. 6 മാസം കഴിഞ്ഞാൽ ഈ വിസയിൽ വന്ന ആളുകൾക്ക് 6 മാസം കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വീണ്ടും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അത് ഈ UDIയിൽ പറഞ്ഞ പോലെ വീണ്ടും ഈ വിസയ്ക്ക് 6 മാസത്തിന് ശേഷം അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളൊരു ഫൈനൽ തീരുമാനം ഒരിക്കലും എടുക്കരുത്. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു ഏജൻസിക്ക് ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ, ഈ ഏജൻസി നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ
നിങ്ങളുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് UD ആയിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരൊറ്റ ഓപ്ഷൻ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ UDAയിൽ ഇവിടെ നോർവേയിലോട്ട് ഏതൊരു വിസക്ക് നിങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വിസക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതായത് നിങ്ങൾ UDAയിൽ, അത് ഇവിടുത്തെ UDAയിലോട്ട് നിങ്ങളൊരു വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വിസക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് നിങ്ങൾ അപേക്ഷയുടെ കൂടെ കൊടുക്കുന്ന UDA പറയുന്ന ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ട്. അതിനെയാണ് നമ്മളിവിടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കുറേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചെക്ക് ലിസ്റ്റ് സീസണൽ വർക്ക് ലിസ്റ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട് വ്യക്തമായിട്ട് അവർ. അതായത് നിങ്ങൾ വരാൻ പോകുന്ന ഇപ്പം ഞാൻ കുറച്ച് കാറ്റഗറീസ് പറഞ്ഞു: അഗ്രികൾച്ചർ, ഫോറസ്ട്രി, റെസ്റ്റോറൻറ്റ്, ടൂറിസം, അതുപോലെ ഫിഷിംഗ് പ്രോസസ്സിങ്. ഈ റെസ്റ്റോറൻറ്റ് ഈ കാറ്റഗറിയിൽ അഗ്രികൾച്ചറും ഫോറസ്ട്രി ഈ 2 ഡിപ്പാർട്ട്മെൻ്റ് അല്ലാത്ത മറ്റുള്ള കാറ്റഗറിയിലോട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നാവ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവാൻ പറയാണ്. പിന്നെ നോർവേയിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് സിക്കാണ്, ഞാൻ ഒരു മാസത്തേക്ക് സിക്കായി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് എംപ്ലോയറാണ് ക്യാഷ് തരിക. ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2-3 മാസം സിക്കാണെങ്കിൽ 3 മാസം പിന്നെ ഒരു 10-15 ദിവസത്തിന് ശേഷം എനിക്ക് പേയ്മെൻറ്റ് തരുന്നത് ഇവിടുത്തെ നാവാണ്. അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഡെലിവറിയായി ബന്ധപ്പെട്ട മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ലീവിന് നമ്മൾ 9 മാസത്തോളം ഇവിടെ മെറ്റേണിറ്റിക്ക് ലീവ്, അതായത് ലീവ് എടുക്കാം. അതായത് ആ സമയത്തൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ആ പേയ്മെൻറ്റൊക്കെ കിട്ടുന്നത് നമുക്ക് ഇങ്ങനത്തെ നാവ് എന്നാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ നാവിൻ്റെ. ഈ പറഞ്ഞ അഗ്രികൾച്ചറും ഫോറസ്ട്രി അല്ലാത്ത മറ്റുള്ള ഏത് സീസണൽ വർക്ക് വിസയൊക്കെ ആണെങ്കിലും നാവിന്ന് നോർവേയിലോ അല്ലെങ്കിൽ യൂറോപ്പ് യൂണിയനിൽപ്പെട്ട ഈ റീജിയനിൽപ്പെട്ട ഈ രാജ്യങ്ങളിൽ നിന്നും ആ ജോലിക്ക് ആളെ കിട്ടാനില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ ജോലിക്ക് ആളെ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എംപ്ലോയർക്ക് വാങ്ങണം, എംപ്ലോയർക്ക് കിട്ടണം. അതുണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയർക്ക് ഈ വിസയ്ക്ക് പിന്നെ മറ്റുള്ള രാജ്യത്തു നിന്ന് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന്, നമ്മളിപ്പോൾ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ കേസ് പറയാനുള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഒരാൾക്ക് ജോലി പോയി കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റും കൊടുക്കുന്നത് നാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നാവിൽ ആളുകൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും ജോബ് സീക്കറായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഗവൺമെൻറ്, നമ്മളെ നാട്ടിലെ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ പോലെ ഇവിടെ ജോബ് സീക്കറായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒന്ന് നമ്മൾ നാവിലാണ് രജിസ്റ്റർ ചെയ്യുക. അതായത് ഇത് എൻ്റെ ഒരു സംശയമാണ്. ഇത് കരുതിയിട്ട് നിങ്ങൾ ഇതിലൊരു ഫൈനൽ ഡിസിഷൻ എടുക്കരുത്. ഇതിൻ്റെ മാത്രം ഒരു സംശയമാണ്. ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് എനിക്കൊരു ഡൗട്ട് വന്നു. അതായത് ഇങ്ങനെ ഒന്നുള്ള സമയത്ത് ഇവിടെ നാവിന്ന് ഇങ്ങനെ ഒരു എംപ്ലോയർ ഇവിടുന്ന് നോർവേയിൽ നിന്ന് ആളില്ല എന്നുള്ളൊരു പേപ്പർ നാവ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം. അത് ഇപ്പോൾ നമ്മൾ UDAൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ സ്വന്തം കൺഫേം ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ UDAൻ്റെ ഫ്രണ്ട് സൈറ്റിൽ നോക്കിയാൽ വാണ്ട് ടു അപ്ലൈ അല്ലെങ്കിൽ വിൽ അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് രാജ്യത്ത് നിന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യ, അതിൽ നിന്ന് സെലക്ട് ചെയ്യാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓരോ ടൈപ്പ് ഓഫ് വിസകൾ കാണാം. ഇതിൽ ഈ സീസണൽ വർക്ക് എന്നൊക്കെ പറയുന്നത് ലേബർ ഇമിഗ്രേഷൻ, അതായത് വർക്ക് വിസ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ കാറ്റഗറിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സീസണൽ വർക്ക്, പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കർ, സീസണൽ വർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ സീസണൽ വർക്കിൻ്റെ വിഷയത്തിനെ കുറിച്ചിട്ടാണ്, ഇതിൻ്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ സീസണൽ വർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ സീസണൽ വർക്കുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് ഇതിൽ നോക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ റിക്വയർമെൻറ്റ് ഫോർ വിസ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, ഇതിൽ NB എന്നിട്ടിട്ട് കാണിക്കുന്നതില്ലേ, അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാലും അറിയാൻ പറ്റും നമ്മളെ രാജ്യത്ത് നിന്ന്. കാരണം നമ്മൾ ഈ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ കൺട്രി ടൈപ്പ് ചെയ്തിട്ടാണ്, ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ വിസയ്ക്ക് സീസണൽ വർക്കിന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഈ പേജ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മളെ സെലക്ട് ചെയ്ത കൺട്രി എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് ഈ വിസ ഇന്ത്യക്കാർക്ക് ഈ വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ ചില രീതിയിൽ ചില സ്പെഷ്യൽ കൺസിഡറേഷൻ ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ വിസ നമുക്ക് അപ്രൂവ് ആയി വരാനുള്ളത്. ഇനി ഒന്ന് വരാനുള്ളതിൻ്റെ ജോബ് ഓഫർ
ഓഫർ റിക്വയർമെൻറ്റ് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്നുള്ളത്. വേറെ ഒന്ന് കാണിക്കുന്നത് റിക്വയർമെൻറ്റ് ഫോർ ദ എംപ്ലോയർ. ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നാവിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ നോർവേ എന്നോ അല്ലെങ്കിൽ ഈ റീജിയനിൽ പെട്ട ആൾ പിന്നെ കൺട്രിയിൽ നിന്നോ ഈ വർക്കിന് ഇവിടെ ഇവർക്ക് ആളെ കിട്ടാനില്ല എന്ന് പറഞ്ഞ് നാവ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് അതും ഇതിൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിലുള്ള എന്താ പറയുക ഒരു അൺഷ്യൂറാണ്. അതായത് നമുക്കിതിൽ വിസ 100% നമുക്ക് വിസ കിട്ടും എന്നുള്ള രീതിയിൽ. അടുത്തതായിട്ട് ഇതിൽ പറയുന്നുണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തെ വിസ കഴിഞ്ഞാൽ 6 മാസത്തെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഈ വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 6 മാസം കഴിഞ്ഞിട്ട്, അതായത് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ സീസണിലെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അതായത് 3 മാസത്തേക്ക് വിസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 3 മാസത്തേക്ക് കിട്ടും, അല്ലെങ്കിൽ 2 മാസത്തേക്കാണെങ്കിൽ വീണ്ടും 4 മാസത്തേക്ക് കിട്ടും. അങ്ങനെ എല്ലാവിധ ഡീറ്റെയിലും ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതായത് ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ട യൂഡിയൻ്റെ വെബ്സൈറ്റിലുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള അവർ കറക്റ്റ് പിന്നെ പല ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള അവരുടേതായ മറുപടി അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവരതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സീസണൽ വർക്ക് പിന്നെ എങ്ങനെയൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഈ സീസണൽ മാർക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, സാധ്യത ഉണ്ടോ എന്നുള്ളത്, എന്തൊക്കെ വർക്കാണ് സീസണൽ വർക്കായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക് സീസണൽ വർക്കല്ല എന്നുള്ളത്, ഇതെല്ലാം. പിന്നെ അതിൽ സീസണൽ വർക്ക് എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക് സീസണൽ വർക്കാണ്, എന്തൊക്കെ വർക്ക് സീസണൽ വർക്കല്ല എന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിലോട്ട് നിങ്ങൾ ക്യാഷൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഇതെല്ലാം കാര്യങ്ങളും ഉറപ്പ് വരുത്തിയിട്ട് വേണ്ടിയിട്ട് മാത്രം വേണം നിങ്ങളിതിൽ ഫൈനലായിട്ട് ഡിസിഷൻ എടുക്കാൻ. ഇനി ഇതിൽ ഈ വിസ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം എന്നുള്ള രീതിയിൽ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയായാലും നിങ്ങൾ ഫസ്റ്റ് ടൈം അപ്ലൈ ആയിരിക്കും, അപ്പോൾ നമ്മളത് ആ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ നിങ്ങൾ എവിടെയാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എംബസി ആയിട്ട് നിങ്ങൾ നോർവേയിലല്ല, അല്ലെങ്കിൽ ഏതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പിന്നെ സർവീസ് സെൻറ്ററിലായിരിക്കും, അതായത് പിന്നെ VFS ഒക്കെ പോലെയുള്ള. പിന്നെ സീസണൽ വർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ ടൈപ്പ് വിസക്ക് മാക്സിമം ഇവർ പറയുന്നത് അത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം 4 മാസം വരെ എടുക്കും ഈ വിസ അപ്രൂവായി കിട്ടാൻ. അതായത് 4 മാസം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്ത അന്ന് മുതൽ ഒരു ദിവസം മുതൽ 4 മാസം, അതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഡിസിഷൻ, അതിനിടയ്ക്ക് അവർക്ക് ഡിസിഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 1 മാസത്തിൽ വന്നേക്കാം, ചിലപ്പോൾ 2 മാസത്തിൽ വരാം, ചിലപ്പോൾ 4 മാസം വരെ എടുത്തേക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരതിന് വ്യക്തമായ ഒരു മറുപടി അവർ തരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ആ വെയിറ്റിംഗ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിൽ അവർ പറയുള്ളൂ. ഇനി നമ്മൾ ചെക്ക് ലിസ്റ്റ് നോക്കാം. ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫ്രണ്ട് പേജിൽ തന്നെ UDIൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. അതിൽ വർക്ക് ഇമിഗ്രേഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ പിന്നെ സീസണൽ വർക്കിൻ്റെ കാറ്റഗറിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കുറച്ച് എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ, അതുപോലെ ഇതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നാവ് എന്നുള്ള ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ VFSൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കൂടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഫൈനൽ VFSൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളിതിൽ UDIയിൽ എങ്ങനെയാണ് നമുക്കിതിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ UDIൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ താഴെ കോൺടാക്ട് അസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് കേസസ് ഓഫ് റെഗുലേഷൻ, ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ റെസിഡൻസ് പെർമിറ്റ് ഫോർ വർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സീസണൽ വർക്ക്, സീസണൽ വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ചാറ്റ് വിത്ത് അസ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ചാറ്റ് ഇപ്പോൾ ഇതിൽ പറഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സമയത്ത് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറിയ ഈ ഓപ്ഷൻ കാണാനേ കഴിയുള്ളൂ. അപ്പോൾ സമയം പറയുന്നത് ഈ നോർവേജിയൻ ടൈമാണ്. ഇതിൽ സ്റ്റാർട്ട് ചാറ്റിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു ഓഫീസർ അവൈലബിൾ ആവുന്നത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ
അവൈലബിൾ ആയതിനു ശേഷം നിങ്ങൾ എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ സീസണൽ വർക്ക് വിസയിലോട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓഫർ ലെറ്റർ എല്ലാം ജെന്യുവിൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ വലിയ ക്യാഷ് കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിസ കൺവേർട്ട് ചെയ്ത് 6 മാസത്തിന് ശേഷം കൺവേർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് UDAയിൽ അത് നമ്മളെ കാണിച്ചതുപോലെ UDAയിൽ നിങ്ങൾ പിന്നെ ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തുക. അതൊക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോൻ്റെ ഉദ്ദേശം. ഒരു ചെറിയ എല്ലാവരും ചോദിക്കുന്ന കുറേ ചോദ്യത്തിനുള്ളൊരു ചെറിയ മറുപടി എന്നുള്ള അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, നമ്മളെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ. അതിന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.